പ്രിയപ്പെട്ട മിമിക്രി കലാകാരൻ അഭിനേതാവ് ശ്രീ കലാഭവൻ ദിലീപിന്റെ KD & കമ്പനിയും ലൈഫ് ലൈൻ പ്രൊട്ടക്റ്റും ചേർന്നണിയിച്ചൊരുക്കുന്ന UK പൊന്നോണം 2K25 സെപ്റ്റംബർ 6-ാം തീയതി മുതൽ UKയിലെ വിവിധ വേദികളിൽ അരങ്ങേറുകയാണ്. കുറേ സമയം പാട്ടും തമാശകളും ഒക്കെ ആയിട്ട് നമുക്ക് ഒരുമിച്ച് അടിച്ചു പിടിക്കാം. എല്ലാവരും നേരിൽ കാണുമെന്ന പ്രതീക്ഷയോടെ, ഒത്തിരി സ്നേഹത്തോടെ, നിങ്ങളുടെ സ്വന്തം നവാസ്. കലാഭവൻ നവാസിന് വളരെയധികം സന്തോഷമുള്ള ദിവസങ്ങളിലൂടെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം കടന്നുപോയിക്കൊണ്ടിരുന്നത്. 2 ദിവസം മുൻപ് പോലും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും അദ്ദേഹത്തിൻ്റെ പരിപാടി ബുക്ക് ചെയ്യാൻ വിളിച്ചവരോട് പോലും വളരെയധികം സ്നേഹത്തോടെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്ത ഓഡിയോ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം സെപ്റ്റംബറിന് UKയിലേക്ക് പോകാനിരിക്കുകയായിരുന്നു. അവിടെ മലയാളികളുടെ അസോസിയേഷനിൽ തന്നെ എത്തി അവിടെ കലാപരിപാടി അവതരിപ്പിക്കാൻ അദ്ദേഹം ഏൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വളരെയധികം തന്നെ താല്പര്യമുള്ള ഒരു ഷോ തന്നെയായിരുന്നു അത് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെയധികം താല്പര്യത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു. അതിലേക്ക് പോകാനായിട്ട് വേണ്ടി അദ്ദേഹം വസ്ത്രങ്ങൾ പോലും വാങ്ങിയെന്നാണ് പറയുന്നത്. പുതിയ പരിപാടിയാണ്, UKയിലാണ്, അതുകൊണ്ട് കുറച്ച് ചെത്തി നടക്കാമെന്ന് കരുതി ഭാര്യയോട് പറഞ്ഞു തന്നെയാണ് പുതിയ ഷൂവും വസ്ത്രവും എല്ലാം വാങ്ങിയത്. അതുപോലെ തന്നെ അവിടേക്ക് പോകാനുള്ള പാസ്പോർട്ടും എല്ലാ കാര്യങ്ങളും ഒരുക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്. എല്ലാം വളരെ വേഗത്തിൽ ചെയ്തു. അടുത്ത മാസം പോകാനുള്ളതാണ്. നേരത്തെ പോകണം. പറ്റുമെങ്കിൽ ഭാര്യയും മക്കളെയും കൂടി കൊണ്ടുപോകണം. മക്കൾ പഠിക്കുന്ന തിരക്കിലായിരിക്കും. എന്നിരുന്നാലും നോക്കാം. ഇങ്ങനെയൊക്കെയായിരുന്നു നവാസിൻ്റെ പദ്ധതി. എന്നാൽ ആ പദ്ധതികൾക്കൊന്നും അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടായി തന്നെ എല്ലാവർക്കും ഇപ്പോൾ ആ വേദന മാറുകയാണ്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വരവും കാത്ത് അദ്ദേഹത്തിൻ്റെ മിമിക്രി ഷോയും കാത്തിരുന്ന UK മലയാളികൾക്ക് എല്ലാവർക്കും തന്നെ വലിയൊരു ദുഃഖമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നിരിക്കുന്ന അവസാന വീഡിയോ ആണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വൈറലായി മാറുന്നത്. പ്രേക്ഷകർ ഏറ്റെടുത്തതും ഇതേ ഒരു വാർത്ത തന്നെയാണ്. അദ്ദേഹം അവസാനമായി കണ്ടപ്പോൾ പോലും ക്ഷീണമുണ്ടായിരുന്നു. ഷൂട്ടിങ്ങിൽ പോകുന്ന മിക്ക താരങ്ങൾക്കും ഇത്തരം ക്ഷീണം വരാറുണ്ട്. എന്നാലും ചിരിച്ചുകൊണ്ട് UK മലയാളികൾക്ക് വേണ്ടി ഞാൻ എത്തുമെന്ന് പറയുന്ന മുഖം കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് സന്തോഷം വരുന്നു. കുടുകുട ചിരിപ്പിക്കുന്ന കഥാപാത്രങ്ങളിലേ അദ്ദേഹം എത്തിയിട്ടുള്ളൂ. അല്ലാതെ ഒരു കഥാപാത്രം പോലും അദ്ദേഹം നോവിപ്പിച്ചിട്ടില്ല, ആരെയും വേദനിപ്പിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ എല്ലാം നല്ല കുടുകുടാ ചിരിപ്പിക്കുന്ന നല്ല കഥാപാത്രങ്ങൾ. അത്രയും കൃത്യമായി തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. വേദിയിലാകട്ടെ എല്ലാവരുടെ കൂടെയും എത്തി എപ്പോഴും പ്രേക്ഷകരെ ചിരിപ്പിക്കുന്നൊരു താരം. അങ്ങനെ മാത്രമാണ് നമുക്ക് നവാസിനെക്കുറിച്ച് ഓർക്കാൻ സാധിക്കുക. നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചൊരു വ്യക്തിയായതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മരണം അത്രമേൽ എല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒന്നായി മാറുന്നത്. പ്രേക്ഷകരും അതുതന്നെയാണ് പറയുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതേ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ നന്നായി മനസ്സിലാകുന്നൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ നവാസിൻ്റെ വീട്ടിലെ അവസ്ഥ. നവാസിൻ്റെ ഭാര്യയ്ക്ക് ഇത് താങ്ങാനാവുന്നതിലും അപ്പുറം വേദനയാണ് എന്ന് തന്നെ പറയണം. അവർ രണ്ടുപേരുടെയും ജീവിതത്തിൽ വളരെയധികം തന്നെ ഒരുപാട് സങ്കീർണമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാത്തിനും കൂടെ നിന്നതും ഒപ്പം നിന്നതും കൂട്ടായി നിന്നതും എല്ലാം നവാസ് തന്നെയാണ് എന്ന് പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.